മീറ്റർ ഒരു രക്ഷയുമില്ല. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടങ്ങിയ ഒരു സൂപ്പർ മീറ്ററാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്, നമ്മുടെ അപ്പാച്ചയിലൊക്കെ വന്നിട്ടുള്ള പോലെ. പിന്നെ സെൽഫ് എന്ന് പറയുന്നത് ഇൻറ്റിഗ്രേറ്റഡ് ആണ്. ഇറ്റ്സ് മീ സ്പൈർഹെഡ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബജാജ് പൾസർ NS 400C ആണ്. നമുക്ക് ഈ വീഡിയോ റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള മാനന്തവാടിയുള്ള KVR മോട്ടോഴ്സ് ആണ്. കുറേ ആയി നമ്മളിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇനി നമ്മുടെ ചാനലിൽ വീക്ക്ലി റെഗുലർ ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ടൈം ലാഗ് അടുപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോ ഇട്ട് അടക്കാം. ആദ്യം തന്നെ വണ്ടീനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ വണ്ടി ഒരു അടിപൊളി വണ്ടിയാണ്. ഒരു 400cc സെഗ്മെന്റിൽ പൾസറിനെ പ്രതിനിധീകരിച്ച് വന്ന ഒരു വണ്ടിയാണ് നമ്മുടെ NS 400C എന്ന് പറയുന്നത്. ബട്ട് വണ്ടിക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ടോട്ടലായിട്ട് വണ്ടീൻ്റെ ഓവറോൾ റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ലുക്കിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ളൊരു പോരായ്മ വന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്കിൽ ഇവർ വണ്ടി നമ്മുടെ NS 200 അതുപോലെ തന്നെ N250 ഈ രണ്ട് വണ്ടികളുടെയും ഒരു ലുക്കിലാണ് ഇറക്കിയിട്ടുള്ളത്. നമുക്ക് ഈ വണ്ടി ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതാ വണ്ടിയെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇതൊരു NS 200 അല്ലെങ്കിൽ NS 160, കാരണം നമ്മൾ കണ്ടു പരിചയമുള്ള അതേ ബാക്കാണ് വന്നിട്ടുള്ള വണ്ടിക്ക്. ബാക്കിൽ നിന്നുള്ള ഒരു സെൻറ്റർ വരെ പോർഷൻ വെച്ചിട്ട് ഇതിപ്പോൾ NS 400 ആണ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. വണ്ടി ഇങ്ങനെ എടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ NS 400 ഇത് കാണിക്കും. പിന്നെ ഇതും ഈ ഒരു കിറ്റിങ്ങും പിന്നെ ഫ്രണ്ടും, അങ്ങനെയാണ് വണ്ടി നമുക്ക് ഐഡൻറ്റിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനായിട്ടൊരു ഐഡൻറ്റിറ്റി ബജാജ് കൊടുത്തിട്ടില്ല. അതൊരു മെയിനായിട്ടുള്ള പോരായ്മയാണ്. പക്ഷേ വണ്ടീൻ്റെ ലുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ USB ബോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു വലിയ ഡിസ്കും അതുപോലെ തന്നെ പ്രൊജക്ടർ LED ഹെഡ് ലാംപ്സും സൈഡിൽ DRLസും വണ്ടി ലുക്കൊക്കെ സെറ്റാണ്. പക്ഷേ കുറച്ചുകൂടി ചേഞ്ചസ് വരുത്താമായിരുന്നു. ഡോമിനറിൻ്റെ മിററും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഡോമിനറിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. വണ്ടി ലുക്ക് അടിപൊളിയാണ്. പക്ഷേ രണ്ട് വണ്ടികളിലെ കോപ്പി ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. NS 400 ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവന്നിട്ടില്ല എന്നതുള്ളതാണ് അതിൻ്റെ പോരായ്മ. പിന്നെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു USB ബോക്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഡുവൽ ചാനൽ ബ്രേക്ക് സിസ്റ്റമാണ് വന്നിട്ടുള്ള വണ്ടിക്ക്. 373cc ആണ് വണ്ടിക്ക് എൻജിൻ വന്നിട്ടുള്ളത്. നമ്മളെ ഡ്യൂക്കിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറവാണ്. പക്ഷേ അത്യാവശ്യം ഒരു പവർഫുൾ ആയിട്ടുള്ള എൻജിൻ തന്നെയാണ്. നമ്മളെ ഡോമിനറിൻ്റെ സെയിം എൻജിൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പിന്നെ വണ്ടീൻ്റെ സൈഡിലോട്ട് പോകുമ്പോഴും ബാക്കിലോട്ട് പോകുമ്പോഴും വലിയൊരു മാറ്റമില്ല. കാരണം നമ്മുടെ NS 200 കണ്ടുപരിച്ചുള്ള ഒരു സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ അത്രയും സൂക്ഷിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താ പറയുക, മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ആണ്. കുറച്ചുകൂടിയും ഡിഫറെൻ്റ് ആക്കായിരുന്നു വണ്ടീൻ്റെ ലുക്ക്. ഒരു പുതിയൊരു വണ്ടി ഇറക്കുമ്പോൾ കുറച്ചുകൂടിയും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഐഡൻറ്റിറ്റി കൊടുത്ത് ഇറക്കാമായിരുന്നു. ബട്ട് അത് കൊണ്ടുവന്നിട്ടില്ല. വണ്ടിക്ക് റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഗ്രാഫിക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയായിട്ടാണ് കൊടുത്തുള്ളത്. ഈ ഒരു സെൻറ്ററിന് ഇപ്പുറത്തുള്ള പോർഷൻ ഇത് ശരിക്കും നമുക്കൊരു NS 400 ആണ് വണ്ടിയിൽ തിരിച്ചറിയാൻ പറ്റും. ഒരു ഫ്രണ്ട് സെക്ഷൻ ടോപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ മിറേഴ്സും കാര്യങ്ങളൊക്കെ വേറൊരു ഫീലാണ് തരുന്നത്. കണ്ടില്ലേ, ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നല്ലൊരു ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. വണ്ടീൻ്റെ എക്സോസ്റ്റും ഒരു രക്ഷയുമില്ല, അക്രമ സൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് വല്ലാണ്ട് പേഴ്സണലി ഇഷ്ടമായ ഒരു കാര്യമാണ് വണ്ടിയിൽ. പിന്നെ വണ്ടീൻ്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ അപ്പാച്ചയിലൊക്കെ വന്നിട്ടുള്ള പോലെ ഇങ്ങനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 5 അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. സീനാണ് എന്തായാലും. അതെനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. കാരണം പൾസറിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അവർ. പിന്നെ വണ്ടീൻ്റെ പുറത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യമാണ് സംസാരിക്കാൻ. ലുക്കിൽ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ടയറും അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഞാൻ റിവ്യൂസിൽ കേട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ബെറ്റർ ആയിട്ടുള്ളൊരു ടയർ കയറ്റുന്നത് നല്ലതായിരിക്കുന്ന. ഇതിലിപ്പോൾ MRFൻ്റെ ആണ് വന്നിട്ടുള്ളത്. അത് മിച്ചലിൻ്റെ ടയറിലായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കുന്നതാണ് ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. നിങ്ങളത് പേഴ്സണലി നോക്കിയിട്ട് ചെയ്യുക, കുറച്ചുകൂടി സേഫ്റ്റി അതാണെന്നാണ് പറയുന്നത്. ഓക്കെ, വണ്ടിയിൽ കയറി നിന്നിട്ടാണ് ഈ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. വണ്ടീൻ്റെ സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ വലിയ രീതിക്കുള്ള സീറ്റ് ഹൈറ്റ് ഒന്നും വന്നിട്ടില്ല. എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് പ്ലാന്റഡ് ഫുട്ടായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 807 mm ആണ് വണ്ടീൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ വണ്ടീൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 174 കിലോ ഉണ്ട്. പക്ഷെ തോന്നുന്നില്ല വണ്ടിക്ക് ഇത്ര വെയിറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഹാൻഡിൽ ബാർ സ്വിച്ചസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹസാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെൽഫ് എന്ന് പറയുന്നത് ഇൻറ്റിഗ്രേറ്റഡ് ആണ്. അതായത് നമ്മുടെ എല്ലാ പുതിയ വണ്ടികളിലും കാണുന്ന പോലെ തന്നെ എൻജിൻ ഓൺ ഓഫ് സെൽഫ്
മൂന്നും ഒറ്റ സ്വിച്ചിലാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഹെഡ് ലാമ്പും DRLസും 2 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ DRLs മാത്രം ഇടാം, അതല്ലെങ്കിൽ ഹെഡ് ലാമ്പ് ഓൺ ആക്കി ഇടാം. അതെന്തായാലും ഒരു സൂപ്പർ ഓപ്ഷനാണ്, കാരണം എല്ലാ ടൈം ഹെഡ് ലാമ്പ് കത്തി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ നമുക്ക് മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഇൻഡിക്കേറ്റർ, ഹോൺ, ഫാസ്റ്റ് സ്വിച്ച്, അത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മിറർ എന്ന് പറയുന്നത് ഡോമിനറിൻ്റെ മിററാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടിയും ഉള്ളോട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത് മിറർ. അതായത് കുറച്ചുകൂടി ഒരു പുറത്തോട്ട് ഇങ്ങനെ ഒരു വൈഡായിട്ട് നിൽക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഒപ്പീനിയൻ. പിന്നെ ടാങ്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ലിറ്ററാണ് വണ്ടിക്ക് ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ശരിക്കും ഒരു 13-14 ലിറ്റർ വേണമായിരുന്നു, കാരണം ഒരു 400cc വണ്ടിയാണ്. ഇതൊരു 200cc 160 വണ്ടിയല്ല. കാരണം എൻ്റെ FCക്ക് വരുന്നത് 12 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി. അപ്പോൾ ശരിക്കും കുറച്ചുകൂടി അപ്ഗ്രേഡേഷൻ വേണമായിരുന്നു, ബട്ട് കൊണ്ടുവന്നില്ല. ചിലപ്പോൾ നെക്സ്റ്റ് അപ്ഗ്രേഡിൽ അത് കൊണ്ടുവരുമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിവ്യൂവിൽ ഈ കാര്യം പറയുന്നത്. അല്ലാണ്ട് ഈ വണ്ടീനെ കുറിച്ച് എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടക്കേടും ഉണ്ടായിട്ടല്ല. ഇനി മീറ്ററിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്റർ ഒരു രക്ഷയുമില്ല. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടങ്ങിയ ഒരു സൂപ്പർ മീറ്ററാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു അടിപൊളി മീറ്ററാണ്. ഗിയർ ഇൻഡിക്കേറ്റേഴ്സ്, സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഫ്യൂൽ ഇൻഡിക്കേറ്റേഴ്സ്, ഓഡോ, ട്രിപ്പ്, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ 4 മോഡാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു കുഞ്ഞി എന്താ പറയുക ഡിസ്പ്ലേ കാണാൻ പറ്റും. അതിൽ നമ്മുടെ റൈഡ് മോഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമ്മൾ ഈ സ്വിച്ച് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇവിടെ ആയിട്ട് USB ചാർജിങ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്ഗ്രേഡേഷനാണ്. കാര്യം NSൽ ഒരു ഇറങ്ങിയപ്പോൾ തൊട്ട് 2023 വരെ വലിയ രീതിയിലുള്ള അപ്ഗ്രേഡേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹെഡ് ലാമ്പ് ഹാലോജൻ തന്നെയായിരുന്നു, മീറ്ററും സെയിം മീറ്റർ തന്നെയായിരുന്നു, അങ്ങനത്തെ ഒക്കെ കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ 2024 വരുമ്പോൾ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടാണ് NSനെ ബജാജ് അവതരിപ്പിക്കുന്നത്. പൾസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെയിൽ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വണ്ടി ഈ ഒരു ലുക്കിലും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ലുക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോയ്സിന് 100% ഇഷ്ടമാകുന്ന ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ ബാക്കിൽ കോപ്പിയൊന്നും അല്ലാണ്ട് ബാക്കി നോക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ബാക്കി NS വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് സ്ലിപ്പർ ക്ലച്ചും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും വന്നിട്ടുണ്ട്. ഈ വണ്ടീനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പരിമിതികളും, അതായത് ടാങ്ക് കപ്പാസിറ്റി കുറച്ച് കുറവാണ്, അതുപോലെ തന്നെ ടയർ ഒരു അപ്ഗ്രേഡേഷൻ വേണം, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിൽ ഈ വണ്ടി എടുക്കാന്നുണ്ടെങ്കിൽ 100% വാല്യൂ ഫോർ മണിയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സെഗ്മെന്റിൽ ഇങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വണ്ടി ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടായിരിക്കണം ഈ പ്രൈസ് റേഞ്ചിൽ വണ്ടി ഇറക്കുന്നത്. അതിനിയും അതുപോലെ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പം അടുത്ത അപ്ഗ്രേഡേഷൻ്റെ ടാങ്ക് സൈസൊക്കെ വലുതാക്കി ടയറൊക്കെ മാറ്റി പ്രൈസ് അവർ പറയുന്ന പൈസ ആക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ വണ്ടി എന്തായാലും എടുക്കുക. പിന്നെ വണ്ടീൻ്റെ മൈലേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റർ മൈലേജ് വണ്ടിക്ക് കിട്ടും. മാക്സിമം നമ്മുടെ ഒരു സിറ്റിയിലൊക്കെ 30 കിലോമീറ്റർ, ഹൈവേയിൽ ചിലപ്പം 35 വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ സിറ്റിയിൽ, കാരണം ഇതൊരു കുഞ്ഞു വണ്ടിയല്ല, പവർഫുൾ മെഷീനാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പോവും, മൈലേജും അതിനനുസരിച്ച് ഷോർട്ടാവും. എന്തായാലും ഹീറോ, പ്ലാറ്റിന, സ്പ്ലെൻഡർ ഒന്നും ആരും കൊണ്ടുപോകില്ല ഇത്. എൻ്റെ എക്സ്റ്റോസ്റ്റിനെ ജസ്റ്റ് കേൾപ്പിച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ. സൗണ്ട് ബാക്കിയുള്ള വണ്ടികളിലൊക്കെ സൗണ്ട് കുറച്ച ടൈമിൽ ഇതിന് കുറച്ചുകൂടി സൗണ്ട് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ടാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടീനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ വണ്ടി ബുക്ക് ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ KVR മോട്ടോഴ്സ് ബജാജിൻ്റെ നമ്പർ താഴെ കൊടുക്കാം. വയനാട്ടിലുള്ളവർക്ക് നമ്മളെ മാനന്തവാടി ബ്രാഞ്ച് ഉണ്ട്, ഞാൻ അവരെ കോൺടാക്ട് നമ്പറാണ് കൊടുക്കുന്നത്. വയനാട്ടിലുള്ളവർക്ക് എന്തായാലും കൺഫേം ആയിട്ട് ഇവിടെ വരാം. പിന്നെ വണ്ടീൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫുൾ ടോട്ടലി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. വണ്ടീനെ കുറിച്ച് അറിയേണ്ട എല്ലാം അതിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ, സീ നെക്സ്റ്റ് വീഡിയോ.